ഹായ് ഫ്രണ്ട്സ്, പൂല ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3 പിൻ പ്ലഗും അതുപോലെ തന്നെ ഒരു 2 പിൻ പ്ലഗിനെ കുറിച്ചാണ്. ഈ 2 പിൻ പ്ലഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടം തന്നെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ 3 പിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഏതൊക്കെ ഡിവൈസിനാണ് 2 പിൻ ടോപ്പ് വരുന്നത് എന്നും അതുപോലെ തന്നെ 3 പിൻ ടോപ്പ് എന്തിനൊക്കെ വരുന്നത് എന്നും എങ്ങനെയാണ് നമുക്ക് അപകടം വരുന്നത് എന്നും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ കാലത്ത് കറണ്ട് ഉപയോഗിക്കാത്തതായി ആരുമില്ല. അതുകൊണ്ട് തന്നെ വളരെ റഫ് യൂസ് ആയിട്ടാണ് ഒരുവിധം ആളുകളെല്ലാം കറണ്ട് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ 2 പിൻ ടോപ്പ് വരുന്നത് മെറ്റൽ പാർട്ടില്ലാത്ത സാധാരണ PVC കേസിൽ വരുന്ന ഡിവൈസിനാണ് സാധാരണ രീതിയിൽ 2 പിൻ ടോപ്പ് വരുന്നത്. അല്ലാതെ മെറ്റൽ പാർട്ടുള്ള എല്ലാ ഡിവൈസിനും 3 പിൻ ടോപ്പായിരിക്കും വരുന്നത്. ആദ്യമായി തന്നെ ഈ 2 പിൻ ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അപകടം വരുന്നത് എന്ന് നോക്കാം. സാധാരണ രീതിയിൽ ഇലക്ട്രീഷ്യന്മാർ കണക്ഷൻ കൊടുക്കുന്നത് 3 പിൻ പ്ലഗിൻ്റെ വലത്ത് ഭാഗത്തായിട്ടാണ് ഫേസ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്ത് ന്യൂട്രും കണക്ട് ചെയ്യും. മുകൾ ഭാഗത്തായി എർത്താണ് കണക്ട് ചെയ്യുക. 2 പിൻ ടോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് കുത്തുന്നത് അതിനനുസരിച്ചായിരിക്കും ഫേസ് നമുക്ക് കിട്ടുക. ഉദാഹരണമായി എക്സ്റ്റൻഷൻ കോഡിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഈ 2 പിൻ ടോപ്പാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 2 പിൻ ടോപ്പ് തിരിച്ചു കുത്തിയാൽ ന്യൂട്രും മറിച്ച് കുത്തിയാൽ ഫേസുമായിരിക്കും വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എക്സ്റ്റൻഷൻ കോഡിൽ ഉള്ള സ്വിച്ച് ഓഫ് ചെയ്താൽ കറണ്ട് വരുന്നതായിരിക്കും. ഒരു നിലക്കും നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക. സാധാരണ രീതിയിൽ വീട് പണിയെടുക്കുന്ന ആളുകളാണ് ഇതുപോലെ കണക്ട് ചെയ്യാറ്. ഈ 2 പിൻ ടോപ്പ് ഉപയോഗിക്കാതെ തന്നെ 2 വയറ് കുത്തിയിട്ടും ഇതുപോലെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തും വലിയ ഒരു അപകടം തന്നെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഏറ്റവും അധികം 2 പിൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അപകടം കൂടുതലായും കാണാറുള്ളത്. ഷോക്കേറ്റ് മരിച്ചു എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ 2 പിൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്താണ് ഫേസ് വലത്ത് ഭാഗത്തേക്കാണ് വരിക. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കറണ്ട് കാണിക്കില്ല. ന്യൂട്രൽ സ്വിച്ചുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കറക്റ്റായി തന്നെ പറയുന്നത്. ഈ വലത്ത് ഭാഗത്താണ് സാധാരണ രീതിയിൽ ഫേസ് കണക്ട് ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഫേസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 3 പിൻ ടോപ്പാണെന്നുണ്ടെങ്കിൽ നേരെ കുത്തുന്ന സമയത്ത് കറക്റ്റായും ഈ ഫേസിലായിരിക്കും അതിൻ്റെ കണക്ഷൻ വരിക. മറച്ച് കുത്താൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അതേസമയം 2 പിൻ ആണ് കുത്തുന്നത് എങ്കിൽ ഇവിടെ കുത്തുന്ന സമയത്ത് ഈ ഭാഗത്ത് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫേസ് കറക്റ്റായി കിട്ടുകയുള്ളൂ. അതല്ലാതെ തിരിച്ച് കുത്തുന്ന സമയത്ത് നമുക്ക് ന്യൂട്രൽ കണക്ഷൻ ആയിരിക്കും സ്വിച്ചുമായി ബന്ധമുണ്ടാവുക. ഈ എക്സ്റ്റൻഷൻ കോഡിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഈ 2 പിൻ ടോപ്പ് ഉപയോഗിച്ചാലുള്ള ഒരു പ്രശ്നം. ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുവിധം ഇലക്ട്രീഷ്യന്മാർക്കെല്ലാം അറിയാം. ഇലക്ട്രീഷ്യന്മാർ തന്നെ മാറി കണക്ഷൻ കൊടുക്കാറുണ്ട്. വലത്ത് ഭാഗത്തിന് പകരമായി ഇടത്തെ ഭാഗത്ത് ഫേസും വലത്തെ ഭാഗത്ത് ന്യൂട്രും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 പിന്ന് ഉപയോഗിക്കുന്ന സമയത്ത് പോലും നമുക്ക് എക്സ്റ്റൻഷൻ കോഡിൽ തിരിഞ്ഞായിരിക്കും കണക്ഷൻ വരിക. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലുള്ള സ്വിച്ച് ബോർഡിൽ വലത്ത് ഭാഗത്താണോ ഫേസ് കൊടുത്തതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നെ അപകടം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ 2 പിന്നും 3 പിന്നും ഇല്ലാതെ തന്നെ 2 വയർ എടുത്ത് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ അവിടെ കൊടുക്കുന്ന വയറ് ഫേസിലാണോ ന്യൂട്രലാണോ കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഇവിടെ എക്സ്റ്റൻഷൻ കോഡിലേക്ക് വരുന്ന ലൈന് ഫേസ് ആണെങ്കിൽ മാത്രമേ നമുക്ക്
സ്വിച്ചുമായി കോണ്ടാക്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഡിവൈസിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് 2 പിൻ ഉപയോഗിച്ചാലും അതുപോലെ തന്നെ ഇതുപോലെ 2 വയർ ഉപയോഗിച്ച് ചെയ്താലും ഉള്ള ഒരു പ്രശ്നം. ഇവിടെ വലത്തെ ഭാഗത്താണ് ഫേസ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്കറിയാം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു 2 പിൻ കുത്തുന്ന സമയത്ത് ഇതുപോലെ 2 പിൻ കുത്തും. അങ്ങനെ കുത്തിയതിനു ശേഷം സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഏത് വയറിലൂടെയാണ് ഫേസ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ പോലും ഈ വയറിൽ ടെസ്റ്റർ വെച്ച് നോക്കാതെ ഏതിലാണ് ഫേസ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ടെസ്റ്റർ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിലാണ് ഫേസ് വരുന്നത്. ഇത് ഫേസിൽ തന്നെ ഡയറക്റ്റായി നമ്മൾ എക്സ്റ്റൻഷൻ കോഡിലേക്കാണ് പോകുന്നത് എങ്കിൽ എക്സ്റ്റൻഷൻ കോഡിൻ്റെ സ്വിച്ചിൻ്റെ ഭാഗത്ത് ചെന്നാൽ മാത്രമേ നമ്മുടെ സ്വിച്ചുമായി കോണ്ടാക്ട് കിട്ടുകയുള്ളൂ. ന്യൂട്രലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വലത്തെ ഭാഗത്തായിരിക്കും ന്യൂട്രൽ വരിക. അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്ത് ഫേസുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സാധാരണക്കാരായ ആളുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഏത് ഡിവൈസാണോ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഡിവൈസ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അതിലേക്ക് കറണ്ട് വരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ച് ഡയറക്റ്റ് കറണ്ട് വരികയും ന്യൂട്രലുമായി കണക്ഷൻ ഉള്ളത് കൊണ്ട് ന്യൂട്രലാണ് അവിടെ കട്ടാവുന്നത്. അതുകൊണ്ടാണ് ആ ഡിവൈസ് വർക്ക് ചെയ്യാത്തത്. പക്ഷേ നമുക്ക് ഷോക്ക് ഏൽക്കാനും നമ്മൾക്ക് മരണം വരെ സംഭവിക്കാനും ചാൻസ് കൂടുതലാണ് ഇതുപോലെയുള്ള 2 പിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി 2 പിൻ ടോപ്പ് ഉപയോഗിക്കാതെ 3 പിൻ ടോപ്പ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. 3 പിൻ ടോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വലത്തെ ഭാഗത്താണ് ഫേസ് കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 3 പിൻ ടോപ്പിന്റെ വലത്തെ ഭാഗത്ത് എൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്ത് എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ 3 പിൻ ടോപ്പിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക, വലത്തെ ഭാഗത്ത് എൽ എന്ന്. ഈ വലത്തെ ഭാഗത്ത് എൽ എന്ന് മാർക്ക് ചെയ്ത ഭാഗത്താണ് ഫേസ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ന്യൂട്രൽ എൻ എന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. സാധാരണ രീതിയിൽ ഇലക്ട്രീഷ്യന്മാർ അങ്ങനെ തന്നെയാണ് കണക്ഷൻ കൊടുക്കാതെ. ചില ആളുകൾ കണക്ഷൻ മാറി കൊടുക്കാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെ കൊടുത്തതായി ഒരുപാട് അനുഭവത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും 3 പിൻ ടോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വലത്തെ ഭാഗത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു ഇലക്ട്രീഷ്യനും നേരെ വന്ന് പ്ലഗിൽ ടെസ്റ്റർ ഉപയോഗിക്കാതെ തന്നെ അവർക്ക് മനസ്സിലാകും വലത്തെ ഭാഗത്താണ് ഫേസ് ഉള്ളത് എന്ന്, അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്താണ് ന്യൂട്രൽ ഉള്ളത് എന്നും. അല്ലാതെ കണക്ഷൻ മാറി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചല്ലാതെ നമുക്ക് ആ കണക്ഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കില്ല, സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാർക്കും. സാധാരണ രീതിയിൽ ഔട്ട് ഫാന് അതുപോലെ തന്നെ ഫൈബർ പാർട്ടുള്ള ഡിവൈസുകൾക്കാണ് 2 പിൻ ടോപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പിൻ ടോപ്പ് നമ്മൾ തിരിച്ചും മറിച്ചും കുത്താൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ കണക്ഷൻ ഡയറക്റ്റായി ഫേസ് ഡിവൈസിലേക്ക് വരികയും നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലുമായിരിക്കും. ഈ 2 പിന്നെ കുറിച്ച് ഇത്ര അധികം പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. മാർക്കറ്റിൽ 2 പിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ഡിവൈസുകൾ 2 പിന്നുള്ള ഡിവൈസുകൾ കിട്ടുന്നതും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ ഒരു 2 പിൻ സോക്കറ്റും ഒരു 2 പിൻ ടോപ്പും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 2 പിൻ സോക്കറ്റിൽ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യുന്നത് ഏത് ഭാഗത്തും ആവാം. മുകൾ ഭാഗത്ത് അടിഭാഗത്ത് എന്നുള്ള കണക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് കൊടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 2 പിന്നിൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തും കൊടുത്താൽ തിരിച്ചും മറിച്ചും നമുക്കിത് കുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 പിൻ സോക്കറ്റും 2 പിൻ ടോപ്പും തീരെ ഉപയോഗിക്കരുത്. കഴിവിൻ്റെ പരമാവധി 3 പിൻ സോക്കറ്റും 3 പിൻ ടോപ്പും തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.